വീട് കുത്തിത്തുറന്ന മോഷണം, 50,000 രൂപയും മൊബൈൽ ഫോണും ചാർജറും വാച്ചും നഷ്ടമായി. കാട്ടാക്കട മൈലാടിക്ക് സമീപം രാകേഷിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് മോഷണം നടന്നത്. വീട്ടുകാർ ഉറക്കത്തിലായിരുന്നു. CDMൽ ഇടാൻ വെച്ചിരുന്ന 50,000 രൂപ രണ്ടാമത്തെ നിലയിൽ മകന്റെ മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. താക്കോൽ അടുത്ത് തന്നെയുള്ള ഒരു ബോക്സിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. മകൻ യാത്ര പോയി തിരിച്ചു വന്നപ്പോഴാണ് കതക് തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. പരിശോധനയിലാണ് മോഷണം നടന്നതായി അറിയുകയും കാട്ടാക്കട പോലീസിൽ അറിയിക്കുകയും ചെയ്തത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡിസംബർ മാസത്തിലും ഇവിടെ മോഷണം നടന്നിരുന്നു. അന്ന് ഹെൽമറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷണം പോയിരുന്നു. ഏകദേശം ഒരു 2 മണിയോടെയാണ് ഇവിടെ മോഷണം നടക്കുന്നത്. ഞാൻ പുറത്തായിരുന്നു. പുറത്തുനിന്ന് വന്ന സമയത്താണ് ഡോറ് തുറന്ന് നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഒന്ന് പരിശോധിച്ചപ്പോഴാണ് അപ്പം എന്തായാലും വന്നിരിക്കുന്നത് ഈ പുറത്തുള്ളതാ ഡോർ വഴിയാണ്, മേളിലെ സിറ്റൗട്ട് വഴിയാണ് കയറിയിരിക്കുന്നത്. കയറി ഈ ഡോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. താഴത്തെ അടുക്കള ഡോറ് ഓറഞ്ചൊക്കെ എടുത്ത് കഴിച്ചിട്ടേക്കുന്നു. പിന്നെ ചാർജർ ഉണ്ടായിരുന്നു, 3 മൊബൈലിൻ്റെ ചാർജർ ഉണ്ടായിരുന്നു, ഒരു MIയുടെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്. പിന്നെ 50,000 രൂപ കടയിലെ പൈസ ഈ മേശയ്ക്കകത്താണ് വെച്ചിരുന്നത്, അതും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. CCTV വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. കട്ടട പോലീസിൽ പരാതി നൽകി. ഇൻക്വസ്റ്റിംഗ് ഉണ്ടായിരുന്നു.